പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ദൈവവചന പഠനവുമായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ അവൻ CV ആൻഡ്രൂസ് നമ്മോടൊപ്പം അറ്റ്ലാന്റയിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകം നിരന്തരമായി പഠിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം തന്നെ ശക്തീകരിച്ചു. അതെല്ലാവർക്കും വളരെ പ്രയോജനമായിരുന്നു. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ ഇന്ന് രാത്രിയിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പിന്നീട് ഇത് കേൾക്കുന്നവർക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. കപ്പേ ബൈബിളിനോട് ബന്ധത്തിൽ കർത്താവേ, ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ കർത്താവേ, അവിടെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടിവരുത്തിയ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ. ഇന്ന് സന്ധ്യാസമയം കർത്താവ് ദൈവവചനം ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യേ കർത്താവ് വിളമ്പി തരുന്ന അങ്ങയുടെ വിലയേറിയ ദാസനായി പ്രാർത്ഥിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ സത്യങ്ങളെ കർത്താവേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാൻ അങ്ങയുടെ ദാസനെ പിന്നെയും അധികമായി ശക്തീകരിക്കുമാറാകണമേ. ആത്മാവിലിൻ്റെതായ മർമ്മങ്ങളെല്ലാം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത് കർത്താവേ അത് ഞങ്ങളിലേക്ക് പകർന്നു തരുമ്പോൾ കേൾക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ഏറ്റെടുത്ത് ഹല്ലേലൂയ കാരണം ഞങ്ങൾക്ക് അത് അനുഗ്രഹം എടുത്തിടുവായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ കോളേജിന് ചുവൽ കൊടുക്കുന്നതായ കർത്താവിന്റെ വിലയേറിയ ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അല്ലെങ്കിൽ ഷാജി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കേണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു സിസ്റ്റർ മോളമ്മ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ബൈബിള് വായിക്കുന്നവർ, നിരന്തരമായി വായിക്കുന്നവർ തന്നെ ഇന്ന് രാത്രിയിലും വായിച്ച് സഹായിക്കുന്നതായിരിക്കും. ദൈവം എല്ലാം ചന്തവും ഉചിതവുമായി നടക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. തുടർന്ന് ക്ലാസ് എടുക്കുവാൻ ശ്രേഷ്ഠദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. ഇന്ന് രാത്രികാലം വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ഷാജി കെ ദാനിയേൽ, പാസ്റ്റർ ലാലു ജേക്കബ്, ദൈവദാസന്മാരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ ബൈബിൾ കോളേജ് അനുഗ്രഹമാണ്. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കും അതേ വേദിയിലായിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആദ്യമായി എൻ്റെ വന്ദനം അറിയിക്കുന്നു. കഴിവതും നിങ്ങളെല്ലാവരും വീഡിയോ ഓൺ ചെയ്താൽ എനിക്ക് നിങ്ങളുടെ മുഖം കണ്ട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തരും. ഇപ്പോൾ തൂലിയ TV ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതിനകത്ത് കയറുകയായിരുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എടുത്തവർ വായിച്ചാട്ട്, അല്ല ഞാൻ തന്നെ വായിക്കാൻ പോവാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19ഉം 20ഉം വാക്യങ്ങൾ. ആരുമില്ല. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്കുകൾ 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ദൈവദിനം വായിക്കാൻ തക്കണം. നമ്മളെല്ലാവരും ഉത്സുകരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒരു ക്ലാസ് അല്ല, പല ക്ലാസ്സുകളുണ്ട്. ആരെയും പ്രത്യേകം വിളിക്കാൻ തക്കണം സാധ്യമല്ല. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് 1-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 18 ക്ലാസ്സുകൾ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 19ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി യേശു ക്രിസ്തുവിനെ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കണ്ടത് 12 സ്വഭാവ അതേ വിശേഷതകളോടുകൂടിയാണ് യേശു ക്രിസ്തുവിനെ ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കഴിഞ്ഞ ആഴ്ച കൊണ്ട് പാതാള ലോകത്തിൻ്റെ വിഷയം നമ്മൾ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഈ 1-ാം അധ്യായം അവസാനിപ്പിച്ച് അടുത്ത ആഴ്ചയിൽ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ വായിക്കുന്നത് നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിഭജനം. വെളിപ്പാട് പുസ്തകത്തെ നമ്മളാരും വിഭജിക്കേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 ഭാഗങ്ങൾ, 3 വിഭജനം പറഞ്ഞിരിക്കുകയാണ്. 1 നീ കണ്ടത്, 2 ഇപ്പോൾ ഉള്ളത്,
3 ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത്. നീ കണ്ടതാണ് 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളാണ് നീ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ 1-ാം അധ്യായം എന്ന് നിങ്ങൾ ഓർക്കുക. നീ കണ്ടത് എന്താണ് കണ്ടത്? നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 11 മുതലുള്ള വാക്യങ്ങൾ. എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക 7 സഭകൾക്ക് അയക്ക എന്ന് കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. നീ കാണുന്നത് കർത്തൃദിവസത്തിൽ 10-ാം വാക്യത്തിൽ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മ വിവശനായി എന്ന് വായിച്ചിട്ട് താൻ പുറകിൽ കേൾക്കുന്ന ഒരു ശബ്ദം, നീ കാണുന്നത് എഴുതുക. അതാണ് നീ കണ്ടത്. കഴിഞ്ഞ 18 ക്ലാസ്സുകളിലും നീ കണ്ട കാര്യങ്ങളാണ് നമ്മൾ വിവരിപ്പാൻ കൊണ്ട് ആയിത്തീർന്നത്. ആ നീ കണ്ട കാര്യം തന്നെ എൻ്റെ 30 ക്ലാസ്സുകളാണ്. പക്ഷേ 10 ക്ലാസ്സുകൾ ഞാൻ കുറച്ച് അത് നിങ്ങളോടുള്ള 10-11 ക്ലാസ്സിൽ കുറച്ച് അഗാപ്പി സ്റ്റുഡൻസിനോടുള്ള സ്നേഹം കൊണ്ട് ചുരുക്കമായിട്ടാണ് അത് പറയാൻ തക്ക ആയിത്തീർന്നത്. ഞാൻ നിങ്ങളെല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്നു. 30 ലെസൺസ് ആണ് അതിനകത്തുള്ളത്. ഞാൻ 10-11 ക്ലാസ്സുകൾ കുറച്ചു. എങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അതിൽ നിന്ന് പഠിപ്പാൻ തക്കണം ഇടയായി തീർന്നു. ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് പലരും എന്നെ വിളിക്കാറുണ്ട്. അവരുടെ സന്തോഷം എന്നെ അറിയിപ്പാൻ തക്ക ഇടയായി തീർന്നു. ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് ഒന്ന് നീ കണ്ടത് 1-ാം അധ്യായം 11 മുതൽ ഉള്ള വാക്യങ്ങൾ. ഇപ്പോൾ ഇനി അടുത്തത് നീ കാണുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം മൊത്തം നമ്മളങ്ങ് എടുത്താൽ മതി. 1-ാം അധ്യായമാണ് നീ കണ്ടത്. 2 ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് 2-ഉം 3-ഉം അധ്യായങ്ങളാണ്. 2-ഉം 3-ഉം അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ 7 സഭകൾക്കുള്ള ദൂതുകളാണ്. എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക ഈ 7 സഭകൾക്കുള്ള ദൂതാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത്. ഞാൻ വളരെ ലളിതമായിട്ടാണ് വെളിപ്പാട് പുസ്തകം ക്ലാസ് എടുക്കുന്നത്. ഇതിൻ്റെ മുന്നോട്ടുള്ള ഭാഗം 2-3 അധ്യായങ്ങൾ എങ്കിലും അത് നമ്മുടെ ഏപ്രിൽ മാസത്തിന് മുമ്പേ ഇപ്പോൾ ഉള്ളതെന്നുള്ള വിഷയം തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് തീർക്കും. അത് കഴിഞ്ഞ് അടുത്ത സെമിസ്റ്റർ വരുമ്പോൾ 4-ാം അധ്യായം മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ അടുത്ത സെമിസ്റ്റർ കൊണ്ടും തീരത്തില്ല. അത് പിന്നെയും കിടക്കും. നമ്മൾ ശാന്തമായി വെളിപ്പാട് പുസ്തകം അതിൻ്റെ വാക്യപ്രതിവാക്യമായിട്ട് പഠിപ്പിച്ചാണ് ഞാൻ പോകുന്നത്. ഒരു സംശയവും ഇല്ലാത്ത നിലയിൽ. കാരണം എന്നോട് സംശയങ്ങൾ ചോദിച്ച വ്യക്തികൾ അതിൻ്റെ ചില കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ മതി, അതിനെ തർക്കിക്കാൻ തക്കണം ആരും ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ വെളിപ്പാട് പുസ്തകം ക്ലാസ് എടുക്കുന്ന വിഷയത്തിൻ്റെ മുഖത്ത് പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആരും എൻ്റെ ഞാൻ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആരും എൻ്റെ അടുക്കൽ ഇതുവരെയും വന്നിട്ടില്ല. കാരണം ദൈവത്തിൽ നിന്ന് പഠിച്ച് അനേക വേദപണ്ഡിതന്മാരെഴുതിയ പുസ്തകങ്ങൾ അവരുടെ അഭിപ്രായമൊക്കെ അറിഞ്ഞ് അതിൻ്റെ ശരിയായ വ്യാഖ്യാനം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായം നീ കണ്ടത്. 2-ഉം 3-ഉം അധ്യായങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന് ചുരുക്കം പറഞ്ഞാൽ ഈ കൃപായുഗം, ഈ സഭായുഗത്തെ കാണിക്കുന്നതാണ്. സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് നാളിൽ അതിനു മുൻപ് കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പിന്റെ കൈസരിൽ ഇരുന്നപ്പോൾ ശിഷ്യന്മാരോട് ചോദ്യം ചോദിച്ചു. അത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. ജനം എന്നെക്കുറിച്ച് എന്തോ പറയുന്നു. അപ്പൊ കർത്താവ് അവര് പറഞ്ഞു, നീ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ആൾക്കാർ സംസാരിക്കുന്നു. നീ യെരമ്യാ പ്രവാചകനാണെന്നൊരു അഭിപ്രായമുണ്ട്. അവർ പല പ്രവാചകന്മാരുടെയും പേര് പറഞ്ഞു. കർത്താവ് ചോദിച്ചു, അവരും പറയുന്ന അഭിപ്രായം നിൽക്കട്ടെ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തോ പറയുന്നു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പത്രോസ് എടുത്തിയാടി ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അത് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭ അതുവരെ ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ അതുവരെ പണി ആരംഭിച്ചില്ല. ഒരു ഭാവികാല പ്രയോഗമാണ് പറഞ്ഞത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എൻ്റെ സഭയെ പണിയുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് പല സംഘടനകളും
സഭ എന്നുള്ള പേരിനാൽ അറിയപ്പെട്ടിരുന്നു. ഇസ്രായേലിനെ ഒരു സഭയായിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടം കിടക്കുമ്പോൾ അതുപോലെ തന്നെ കൂടി വരുന്ന കലക കൂട്ടത്തിനും സഭയെന്ന് വിളിച്ച് സംഘത്തിനും ഒക്കെ സഭയെന്ന് വിളിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തി കാണാൻ കൊണ്ട് കഴിയും. 2-3 അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച പഠിക്കാം. അങ്ങനെയുള്ള നിലവിൽ പല പേരറിയപ്പെട്ടിരുന്ന സഭകൾ നിലനിൽക്കുമ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ സഭയെ ഞാൻ പണിയും എന്ന് പറഞ്ഞാൽ അതുവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭ അതിൻ്റെ പണി ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ പണി ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിനിടയിൽ സഭ അതിൻ്റെ അടിസ്ഥാനമിട്ട് സഭയുടെ പണി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 2:47, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ എൻ്റെ സഭയെ ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കുകയില്ല. ഈ പാറമേൽ പത്രോസ്, നീ വെറും പത്രോസാ, വെറും പാറക്കഷ്ണം, നീ പെട്രോസാ. പത്രോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് പദം പെട്രോസ്, പാറക്കഷ്ണം എന്നാണ് കേട്ടോ. സഭ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് പദം എക്കലേസിയ, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ എക്കലേസിയ അതേ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഈ സഭ പണിയാൻ പോകുന്നതേ ഉള്ളൂ, അതിന്റെ ആരംഭം കുറിക്കാൻ പോകുന്നുള്ളൂ. അത് പെന്തക്കോസ്ത് നാളിലാണ്. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് അടിക്കുന്ന പോലെ ആകാശത്ത് മുഴക്കുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അതേ, അവരെല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് അവരെ നിറച്ചു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മ സ്നാനത്തോടുകൂടിയാണ് സഭയുടെ കെട്ടുപണി ആരംഭിപ്പാൻ തക്കവണ്ണമടിയായത്. അതിനുശേഷം ഉച്ചരിക്കുന്ന പദമാണ് അപ്പോസ്തല പ്രവൃത്തി 2:47, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇന്നും സഭ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭ പൂർണ്ണമല്ല, ദൈവത്തിന്റെ വചനം പൂർണ്ണമാണ്. സഭയുടെ കെട്ടിടത്തിന്റെ പണി അതിന്റെ പൂർത്തീകരണമായിട്ടില്ല. ആ പൂർത്തീകരണം താമസിയാതെ നടക്കും. അവസാനത്തെ കല്ല് കയറി കഴിയുമ്പോൾ ഈ സഭയുടെ പൂർത്തീകരണമാകും. പത്രോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ മേലാണ് സഭ പണിയുന്നെന്ന്. പത്രോസ് ഒറ്റ പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ അതേ നമ്മൾ വായിക്കുന്നത്, ജീവനുള്ള കല്ലുകളാകുന്ന നാം എന്നാണ് വായിക്കുന്നത്. നമ്മൾ കല്ലുകളാണ്. പത്രോസ് ഒരു കല്ലാണെന്നാണ് തൻ്റെ ഉച്ചാരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതും കുറച്ചുകൂടെ വിശദമായി നമുക്ക് പിന്നെ ചിന്തിക്കാം. ജീവനുള്ള കല്ലുകൾ, അതിലൊരു കല്ലാണ് പത്രോസ്. അല്ല, അതേ പത്രോസ് പാറയൊന്നുമല്ല. പത്രോസ് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും അങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ വേറെ ഒരു നാമവുമില്ല, യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. എൻ്റെ മേലല്ല പണിയുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു. നമ്മൾ 1 കൊരിന്ത്യർ അത് വായിക്കുമ്പോൾ ആ പാറ ക്രിസ്തുവായിരുന്നു എന്നാണ് വായിക്കുന്നത്. ക്രിസ്തുവാണ് യുഗങ്ങളുടെ പാറ. ആ പാറമേലാണ് കർത്താവിന്റെ സഭയുടെ പണി പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചത്. അന്ന് മുതൽ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 3000 പേര് രക്ഷിക്കപ്പെട്ടു, പിന്നെ 5000 പേരായി. പിന്നെ സഭകൾ ലോകത്തിന്റെ 200 ചില്ലുവാനും രാജ്യങ്ങളിൽ ഈ സഭ വർദ്ധിപ്പാൻ തക്കൊണ്ടയായി. ഇതിന്റെ കെട്ടിടം, ഈ കെട്ടിടം നമുക്ക് കാണാൻ തക്കൊണ്ട് ഒക്കത്തില്ല. ഒരു വലിയ കെട്ടിടമാണ് പണിയുന്നത്. ആ കെട്ടിടം താമസിയാതെ സ്വർഗത്തിലേക്ക് ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ എടുത്തുകൊള്ളപ്പെടും. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെയുള്ള ആ പീരീഡാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ തെറ്റിപ്പോരുത്. നീ കണ്ടത് 1-ാം അധ്യായം, ഇപ്പോൾ ഉള്ളത് 2-3 അധ്യായം. അപ്പോൾ കർത്താവ് പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചു. കർത്താവ് തന്നെ പണിയുന്നു. യേശുക്രിസ്തുവിന്റെ വരവ് വരെ, 2-ാം വരവ് വരെ ഈ സഭ ഈ ലോകത്തിൽ കാണും. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ സഭ സ്വർഗത്തിലേക്ക്, ഈ കെട്ടിടം അതുപോലെ സ്വർഗത്തിലേക്ക് അങ്ങ് കയറിപ്പോകുന്ന അതേ അനുഭവമാണ് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നില്ലേ, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം, ഇവിടേക്ക് കയറി വരിക, മേലാൽ സംഭവിപ്പാണത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്.
അത് അവിടെ നമ്മൾ വായിക്കുന്നത് അനന്തരം എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം അധ്യായങ്ങളിൽ സഭയുടെ ദൂത് കൊടുക്കുകയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്താൽ സഭ ആരംഭിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള ഈ പീരീഡിൽ സഭ 7 പീരീഡിൽ കൂടി കടന്നു പോകും. അതാണ് 2ഉം 3ഉം അധ്യായങ്ങൾ. അത് നമ്മൾ ഓരോന്നും പഠിക്കാൻ പോവുകയാണ്. എഫെസോസ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ടായിരുന്നു. അത് AD 70 മുതൽ 170 വരെയുള്ള കാലഘട്ടങ്ങളെ വേദപണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. സ്മുർണ എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. AD 170 മുതൽ 312 വരെ. പിന്നെ തുടർമാനം ആ സഭകളെ കുറിച്ച് നമ്മൾ വിശദമായി മനോഹരമായി അത് പടം കാണുന്ന പോലെ നിങ്ങളുടെ മനസ്സിൽ പതിയത്തക്ക നിലയിൽ നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കാം. അപ്പൊ 2ഉം 3ഉം അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ എഫെസോസ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ടായിരുന്നു. സ്മുർണ, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഇപ്പോൾ നമ്മൾ ലവോദിക്ക പീരീഡിലാണ് വന്നിരിക്കുന്നത്. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. അത് 2 സഭകളെ കുറിച്ച് മാത്രമേ ഉള്ളൂ കുറ്റം പറയാതിരിക്കുന്നത്. 1 സ്മുർണ സഭയും 2 ഫിലദൽഫിയ സഭയും. ബാക്കിയുള്ള സഭകളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്, എന്നാൽ അവരുടെ ഗുണവും പറയുന്നുണ്ട്. എന്നാൽ ഒരു ഗുണവും പറയാതിരിക്കുന്ന ഒരു സഭയാണ് ലവോദിക്ക സഭ. അവിടെ കുറ്റം മാത്രമേ പറയാനുള്ളൂ. അധർമ്മം പെരുകുന്നുണ്ട്, അനേകരുടെ സ്നേഹം തണുത്തു പോകും. നമ്മളിപ്പോൾ അന്ത്യകാലത്ത് വന്നിരിക്കുകയാണ്. അതേ സഭായുഗത്തിന്റെ ഏറ്റവും അവസാനത്തെ പീരീഡാണ് ലവോദിക്ക പീരീഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി എത്രയും താമസിയാതെ അതേ ഒരു ശബ്ദം കേൾക്കാം. അനന്തരം നമ്മൾ ഈ ലവോദിക്ക പീരീഡിൽ അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. അത് നമ്മൾ എവിടെ നോക്കിയാലും അന്യോന്യ സ്നേഹമില്ല. വിശ്വാസികൾ തമ്മിൽ തന്നെ അടിയാണ്. ആ നിലയിൽ വൈരാഗ്യ ബുദ്ധികളായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നതിന്റെ ലക്ഷണമൊക്കെ ഉണ്ടല്ലോ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് പോയിന്ന അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അതാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. ഇനിമേൽ സംഭവിക്കാനുള്ള അതാണ് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ ആണ് ഇനി സംഭവിക്കാനുള്ളത്. ഭാവികാല സംഭവങ്ങൾ നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ പഠിച്ചു നോക്കിയാൽ ഇതുവരെയും അതൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ അടുക്കടുക്കായി നമ്മൾ പഠിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. ഇന്ന് ഞാൻ തൂഴിയ TV എടുത്ത ക്ലാസ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ മൃഗത്തെ കുറിച്ചാണ്. ഈ ലോകത്തെ ഭരിപ്പാൻ തക്കണം ഒരു അന്തിക്രിസ്തു എഴുന്നേക്കും. 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ അതിൽ ഒരു ഭാഗം പോലും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷമാണ് സംഭവിക്കാൻ പോകുന്നത്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായി വലിയ കഷ്ടം ഉണ്ടാകാൻ പോവുകയാണ് കർത്താവിന്റെ വരവിന്റെ ശേഷം. 4ഉം 5ഉം അധ്യായങ്ങൾ സഭ സ്വർഗത്തിൽ എടുക്കപ്പെട്ടതിന് ശേഷം സഭ അവിടെ അത് എപ്രകാരമായിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന അധ്യായങ്ങളാണ് 4ഉം 5ഉം അധ്യായം. 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് അന്തിക്രിസ്തുവിനെ ലോകത്തിലേക്ക് അഴിച്ചുവിടുന്നത്. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ മഹോദരകാലമാണ്, അന്തിക്രിസ്തുവിന്റെ ഭരണകാലമാണ്. 19-ാം അധ്യായത്തിൽ സഭ അത് സ്വർഗത്തിലായിരിക്കുമ്പോൾ സഭയെ കർത്താവ് വേളിയടിക്കുന്ന ഭാഗമാണ് 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, 10 വരെയുള്ള വാക്യങ്ങൾ. 11-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യപരമാണ്. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം കർത്താവ് തന്റെ സഭയുമായി ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യം. ഇതിനിടയിൽ 2 കൂട്ട സംഭവങ്ങൾ സ്വർഗത്തിൽ നടക്കും. 1 വിശ്വാസികളുടെ ന്യായവിധി, 2 കുഞ്ഞാടിന്റെ കല്യാണം. ഇതാണ് സഭയെക്കുറിച്ച് പ്രധാനമായിട്ട് സ്വർഗത്തിൽ നടക്കാൻ തക്കൊണ്ട് പോകുന്നത്. അവനവൻ ശരീരത്തിൽ ഇരിക്കുന്നത് ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടി വരും. നമുക്ക് ശിക്ഷാവിധിയല്ല, ന്യായവിധിയാണ്. എന്ന് പറഞ്ഞാൽ അവനവൻ ചെയ്തതായ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുവാൻ തക്കവണ്ണം, പ്രതിഫലം കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. അന്ന് നമുക്ക് പ്രതിഫലം തരുന്ന ദിവസമാണ്. 2ാമത് നടക്കാൻ പോകുന്നത് കുഞ്ഞാടിന്റെ കല്യാണമാണ്. അതേ സഭയെ കർത്താവ് വേളിയടിക്കുന്ന സന്ദർഭം. അതെത്ര സന്തോഷമാണെന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. 4-ാം അധ്യായം കഴിഞ്ഞ് 19-ാം അധ്യായത്തിന് വേളിയടിക്കുന്ന കാണിക്കുന്നത് എന്ന് വിചാരിച്ച അധ്യായങ്ങളായിട്ട് അങ്ങോട്ട് തിരിച്ചു മാത്രമേ ഉള്ളൂ. ഇതെല്ലാം സ്വർഗത്തിൽ നടക്കുന്ന 2 സംഭവങ്ങളാണ്. പ്രതിഫലം തരിക, കുഞ്ഞാടിന്റെ കല്യാണം. കുഞ്ഞാടിന്റെ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ.
അന്നേരം കേൾക്കുന്ന ശബ്ദമാണ് തകർത്ത് ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വൈനിയന്മാർ വീണമിട്ടും പോലെയും ഞാൻ സ്വർഗത്തിൽ വലിയ പുരുഷാരത്തിന്റെ ആരവം പോലെയും ഞാൻ സ്വർഗത്തിൽ കേട്ട ശബ്ദം ഹല്ലേലൂയ. ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ 3 വിഭജനങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നീ കണ്ടത് 1-ാം അധ്യായം, 2-3 അധ്യായങ്ങൾ സഭായുഗം, 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം സംഭവിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണ്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇനി നമ്മൾ ആ വെളിപ്പാട് പുസ്തകത്തിന്റെ 3 ഭാഗത്തെ കുറിച്ച് ചിന്തിച്ചു. ഇനിമേൽ സംഭവിപ്പായിരിക്കുന്നതും. ഇനി അടുത്തത് 20-ാമത്തെ വാക്യത്തിൽ എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിളവിളക്കിന്റെ വിവരവും എഴുതുക. ആദ്യമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മം, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അത് തിരുവചനത്തിൽ അത് ഏകദേശം 20 മർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം 20 മർമ്മം എന്ന് പറഞ്ഞാൽ മിസ്റ്ററി എന്നാണ് അതിന്റെ അർത്ഥം. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തിരുഹൃത്തിൽ മറിഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ് മർമ്മം, മിസ്റ്ററി. അതായത് മറിഞ്ഞിരിക്കുന്നവയുടെ വെളിപ്പാട് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ മലയാളത്തിൽ പറഞ്ഞ രഹസ്യം എന്നാണ്. അത് നമുക്ക് വാക്യസഹിതം ചിന്തിക്കാം. 1 കൊരിന്ത്യർ 2:7 എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള കാര്യങ്ങളും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള അർത്ഥം ലഭിക്കും. മർമ്മം മനുഷ്യബുദ്ധിക്ക് എത്താത്ത കാര്യം ദൈവം തക്ക സമയത്ത് വെളിപ്പെടുത്തുന്ന കാര്യം എന്നാണ് 1 കൊരിന്ത്യർ 2:7 എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 6 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ അതേ മർമ്മം എന്ന വാക്ക് എഫേസ്യ ലേഖനത്തിനും കൊലോസ്യ ലേഖനത്തിനുമായി 10 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർമ്മം എന്ന വാക്ക് എഫേസ്യ ലേഖനത്തിനും കൊലോസ്യ ലേഖനത്തിനുമായി 10 പ്രാവശ്യവും മറ്റ് ലേഖനങ്ങളെല്ലാം കൂടി 11 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. നിത്യതയിൽ ദൈവം പ്രോഗ്രാം ചെയ്തതും മുൻകൂട്ടി വെളിപ്പെടുത്തി തരാതിരുന്നതും എന്നാൽ ഇപ്പോൾ പൂർണ്ണമായി തന്റെ ദാസന്മാർക്ക് ലഭിച്ച ദൈവിക വെളിപ്പാടിനാൽ പ്രകാശിതമായി വന്നിരിക്കുന്ന ദൈവിക സത്യം എന്ന നിലയിലാണ് മർമ്മം എന്ന വാക്കിനാൽ ഉദ്ദേശിക്കുന്നത്. മർമ്മമായ ദൈവസഭയുടെ കാലങ്ങളിൽ കർത്താവ് അതിന്റെ നടുവിലുണ്ടെന്നുള്ളതും കർത്താവിന്റെ വലങ്കയിലാണ് തന്റെ ദാസന്മാരായ ശുശ്രൂഷകന്മാരെ വഹിക്കുന്നു എന്നുള്ളതും ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ്. എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രം എന്ന് നമ്മളിവിടെ വായിക്കുന്നു. എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മം 7 പൊൻനിഴലുകൾ. 7 നക്ഷത്രത്തിന്റെ വ്യാഖ്യാനം അവിടെ തന്നെ പറയുന്നുണ്ട്. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പം സഭയുടെ ദൂതറിയിക്കുന്ന ദൈവദാസന്മാരെ ദൈവം വലങ്കയിൽ വഹിച്ചിരിക്കുന്നു എന്നതാണ് 7 നക്ഷത്രം. എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. ദൂതന്മാർ മാത്രമല്ല, അതേ കർത്താവിന്റെ വലങ്കയിരിക്കുന്നത് ആവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിനുണ്ട്. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ വലങ്കയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോവുക. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യമായി വാക്യം വായിച്ച് സഹായിക്കണേ. അതേ, ഒന്നാമതായി സ്വർഗരാജ്യത്തിന്റെ മർമ്മം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ച്. വേറൊരാള് അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ രഹസ്യം യേശുക്രിസ്തു പല ഉപമകളാൽ അവരോട് സംസാരിച്ചപ്പോൾ അവർ വന്ന് ചോദിച്ചു, എന്താണ് ഈ ഉപമകളാൽ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. കർത്താവ് കൊടുത്ത ഉത്തരമാണ്, സ്വർഗരാജ്യത്തിന്റെ മർമ്മം അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആ വാക്യത്തിന്റെ വിഷയം തന്നെയാണ് ലൂക്കോസ് 8:10 വായിച്ചേ. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിന് അവിടെ വായിക്കുന്നത് ദൈവരാജ്യത്തിന്റെ മർമ്മം എന്നാണ്. നമ്മള് മത്തായി സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും ഉപയോഗിച്ചിരിക്കുന്ന പദം 2 പദങ്ങളാണ്. ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടാണെന്നും അല്ല ഒന്നാണെന്നും ഇങ്ങനെ ഇപ്പോഴും ദൈവമക്കടയിൽ വലിയ വാദപ്രതിവാദം നടക്കാറുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ
ഈ 4 പേരും യേശു ക്രിസ്തുവിന്റെ 4 വിധ ചതുർവിധ അവസ്ഥകളെ കണ്ടുകൊണ്ടാണ് ഈ സുവിശേഷം എഴുതിയത്. മത്തായി യേശു ക്രിസ്തു രാജാവാണെന്നും, മർക്കോസ് യേശു ക്രിസ്തു ദാസനാണെന്നും, ലൂക്കോസ് യേശു മനുഷ്യനാണെന്നും, യോഹന്നാൻ യേശു ക്രിസ്തു ദൈവമാണെന്നാണ് അവർ 4 നിലയിലാണ് യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. മത്തായി യേശു രാജാവ്, മർക്കോസ് യേശു ദാസൻ, ലൂക്കോസ് യേശു പൂർണ്ണ മനുഷ്യൻ, യോഹന്നാൻ യേശു ക്രിസ്തു ദൈവം. 4 നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കാണുന്ന 2 വ്യത്യസ്ത പദങ്ങളാണിത്. മത്തായി സുവിശേഷത്തിൽ മുഴുവൻ സ്വർഗരാജ്യം സ്വർഗരാജ്യം എന്നാണ്. നിങ്ങൾ മത്തായി സുവിശേഷം വായിച്ചു നോക്കുമ്പോൾ അറിയാം, സ്വർഗരാജ്യത്തിന്റെ മർമ്മം അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മൊത്തം ദൈവരാജ്യം, ദൈവരാജ്യത്തിന്റെ മർമ്മം അറിയുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. മത്തായി സ്വർഗരാജ്യം എന്ന് പറയുന്നു, ലൂക്കോസ് ദൈവരാജ്യം എന്ന് പറയുന്നു. ലൂക്കോസ് ഒരു ജാതീയനായിരുന്നു. ജാതീയന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരൊറ്റയാൾ മാത്രമേ ബൈബിളിൽ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ, അത് ലൂക്കോസാണ്. അദ്ദേഹം ഒരു യവനായക്കാരനായിരുന്നു, ഒരു ജാതീയനായിരുന്നു, യഹൂദനല്ലായിരുന്നു. മത്തായി യഹൂദനായിരുന്നു. അതേ ലൂക്കോസിന് അതേ ഒരു ഡോക്ടറും കൂടെ ആയിരുന്നു, ഒരു വൈദ്യനായിരുന്നു. അദ്ദേഹം 2 പുസ്തകം എഴുതി, ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തി എഴുതി. ഇത് രണ്ടും ലൂക്കോസ്, ഡോക്ടർ ലൂക്കോസ് എഴുതിയാണ്. കർത്താവായ യേശുവിനെ താൻ കണ്ടിട്ടില്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസിൽ നിന്നും പത്രോസിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ താൻ കേട്ടിട്ടുള്ളൂ ലൂക്കോസ്. താന് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തി എഴുതുവാൻ കാരണം ഈ ലൂക്കോസ് അത് വലിയ ഒരു ഡോക്ടറായിരുന്നു, അന്ന് അറിയപ്പെടുന്ന ഒരു വൈദ്യനായിരുന്നു. അത് തനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്. അദ്ദേഹം തെയോഫിലോസ് എന്ന് പറയുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു മേലധികാരികളുടെ ഏറ്റവും വലിയൊരു ഹൈ ഓഫീസറിന്റെ വൈദ്യൻ കൂടിയായിരുന്നു. അതേ ഇദ്ദേഹത്തിന്റെ ഒരു ജാതിയൻ, ഒരു യവനായ. അദ്ദേഹം ഈ തെയോഫോലിയസിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തക്കണം പോകുന്ന പതിവുണ്ടായിരുന്നു. അക്കാലത്ത് യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് ഇവർക്ക് വലിയ സംസാര വിഷയമായിരുന്നു. ഇതിനകം ലൂക്കോസ് രക്ഷിക്കപ്പെടുവാൻ തക്കോടിയായിരുന്നു, ഒരു ജാതീയനായ ലൂക്കോസ് രക്ഷിക്കപ്പെടുവാൻ ആയിരുന്നു. താൻ അവിടെ ചെല്ലുമ്പോൾ തെയോഫിലോസിനോട്, റോമൻ സാമ്രാജ്യത്തിന്റെ വലിയ ഹൈ ഓഫീസറായിരിക്കുന്ന തെയോഫിലോസിനോട് യേശു ക്രിസ്തുവിന്റെ സംഭവങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ തെയോഫിലോസ് പറഞ്ഞു, നീ ഒരു കാര്യം എനിക്കൊരു ഉപകാരം ചെയ്യണം. അതേ ഈ തെയോഫിലോസ് അദ്ദേഹത്തിന് ഉള്ളിൽ കുത്തുകൊണ്ട് അദ്ദേഹം മാനസാന്തരപ്പെടുവാനായി ഈ ഡോക്ടർ ലൂക്കോസ് മുഖാന്തരമാണ്. അപ്പൊ തെയോഫിലോസ് ഡോക്ടറോട് പറഞ്ഞു, നീ ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായ ഒരു ചരിത്രം എനിക്ക് വ്യക്തമായിട്ട് എഴുതി തരണം. അങ്ങനെ താൻ മറ്റുള്ളവർ എഴുതിയ പോലല്ല, ഒരു വ്യത്യസ്തമായ നിലയിൽ അന്ന് നടന്ന ചരിത്ര സംഭവങ്ങൾ, യേശു ക്രിസ്തുവിന്റെ കാലത്ത് നടന്ന ചരിത്ര സംഭവങ്ങളെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചെഴുതിയ സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. മറ്റു സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. മുടിയൻ പുത്രന്റെ കാര്യം ലൂക്കോസാണ് പറഞ്ഞത്, നല്ല ശമരിയക്കാരന്റെ കാര്യം ലൂക്കോസാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു സുവിശേഷന്മാരൊക്കെ പറയാത്ത അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ലഭിച്ച വെളിപ്പാടിൽ തനിക്ക് ഒരു കാര്യം മനസ്സിലായി, അപ്പോസ്തല പ്രവൃത്തിയും ഈ ലൂക്കോസാണ് എഴുതിയത്. തിയോഫോലിയസിന് ഒരു പൂർണ്ണ ചരിത്രം വേണമെന്ന് പറഞ്ഞ കാര്യമാണ്. ക്ലെയോപ്പാവിന്റെ വിവരം നമ്മൾ വായിക്കുന്നില്ലേ അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ ദിവസം അതേ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 15 പ്രാവശ്യം അതേ തന്റെ ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഒരു പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്കാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അത് ഒരു ശിഷ്യന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ക്ലെയോപ്പാവ്. അവന്റെ കൂട്ടാളി ആരാന്ന് പറഞ്ഞിട്ടില്ല. അത് ക്ലെയോപ്പാന്റെ ഭാര്യയുമായിരുന്നു. അവരാണ് തർക്കിച്ചും വാദിച്ചു കൊണ്ടുപോയത്. അതിനെപ്പറ്റി പറയാനല്ല ഞാൻ വന്നത്. ആ ചരിത്രം സൂക്ഷ്മമായി പരിശോധിച്ച് എഴുതിയത് ലൂക്കോസാണ്. ക്ലെയോപ്പാവിന്റെ വീട്ടിൽ താൻ പോയെന്നാണ് ചരിത്രം പറഞ്ഞത്, യഹൂദ ചരിത്രം പറയുന്നതാണ്. അത്രമാത്രം സൂക്ഷ്മമായി താൻ അന്വേഷിച്ച് പിടിച്ച് ക്ലെയോപ്പാവിന് അന്ന് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ 5 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നു, 7 ഭൂതങ്ങളെ മാറ്റിക്കൊടുത്ത മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം 3-4 സഹോദരിമാർക്ക് പ്രത്യക്ഷപ്പെട്ടു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അതിനുശേഷമാണ്
എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇതിന് ഭാര്യയും ഭർത്താവുമായിരുന്നു. ആ ചരിത്രം അത്രമാത്രം സൂക്ഷ്മമായിട്ട് എഴുതിയത് ലൂക്കോസാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മുടെ വിഷയത്തേക്ക് കടന്നു വരാം. ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവരാജ്യം എന്നുള്ള പദം ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്നു. മത്തായി ഒരു യഹൂദനാണ്. അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായിരുന്നു, ചുങ്കം പിരിക്കുന്നവനായിരുന്നു. മത്തായി ഇതിനെക്കുറിച്ച് എഴുതിയപ്പോഴെല്ലാം സ്വർഗരാജ്യം, യോഹന്നാൻ സ്നാപകൻ വന്നപ്പോഴും സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. അതേ പദം തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം കാണുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുവാൻ കഴിയുന്നത്. മത്തായിയിൽ ആവർത്തിച്ച് സ്വർഗരാജ്യത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് ദൈവരാജ്യത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. നമ്മുടെ കർത്താവും സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും 2 സുവിശേഷങ്ങളും പറഞ്ഞിരിക്കുന്നത് 2 പേരും എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ഒന്നാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് 16-ാം അധ്യായം എഴുതിയപ്പോൾ ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാന സന്തോഷമാണ്. നമ്മൾ ഇപ്പോൾ തന്നെ സ്വർഗരാജ്യം അനുഭവിക്കുന്നുണ്ട്. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. എന്നാൽ സ്വർഗരാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ രാജ്യം വരണമേ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോന്ന് പറഞ്ഞില്ലേ? നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. റോമൻ സാമ്രാജ്യം നിലവിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് യേശു ക്രിസ്തു ഈ ലോകത്ത് ജനിപ്പാൻ്റെയായത്. ഇതെല്ലാം അഴിഞ്ഞു പോകും, ഇതെല്ലാം മാറിപ്പോകും. ഭാവിയിൽ ഇത് രാജ്യം സ്ഥാപിക്കും. അത് ദൈവരാജ്യം പോലെ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായിരിക്കും. സ്വർഗത്തിന് തുല്യമായിരിക്കുന്ന ഒരു രാജ്യമായിരിക്കും. അടുത്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ സ്വർഗരാജ്യവും ലൂക്കോസിൽ പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യവും ഒന്ന് തന്നെയാണ്. സ്വർഗരാജ്യത്തിന്റെ മർമ്മം, രഹസ്യം അറിയുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ മർമ്മത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. റോമാലേഖനം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ച്. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അവിടെ രഹസ്യം എന്നുള്ള പരിപാടി കണ്ടില്ലേ? അതെ സഹോദരന്മാരെ, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്. ആ രഹസ്യം എന്നുള്ള പദത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം മിസ്റ്ററി എന്നാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ രഹസ്യം. അവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത 2-ാമത്തെ മർമ്മമാണ്. ഈ മർമ്മം നിങ്ങൾ അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളും ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 11-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? റോമാലേഖനം 9, 10, 11 ഈ 3 അധ്യായങ്ങൾ ഒരു പരന്തറ്റിക്കൽ പീരീഡാണ്. വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ് വിഷയം. പക്ഷെങ്കിൽ അതിന്റെ ഇടയ്ക്ക് 9, 10, 11 ഈ 3 അധ്യായങ്ങൾ യഹൂദനെയും യഹൂദ ജാതിയെക്കുറിച്ചുള്ള അവരുടെ ഭാവിയെക്കുറിച്ചും പ്രസ്താവിച്ചിരിക്കുന്ന 3 അധ്യായങ്ങളാണ്. തുടർന്ന് പഠിക്കാൻ പോകുമ്പോൾ അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചോട് ഉയർപ്പെന്നല്ലാതെ എന്താകും എന്നുള്ള അതൊരു സബ്ജക്റ്റ് 3-4 ദിവസത്തെ ക്ലാസ് ആണ്. നമുക്കത് പിന്നെ പഠിക്കാം. എന്നാൽ എനിക്ക് പ്രത്യേകമായിട്ട് ഓർപ്പിക്കാവുന്നത്, ഈ കാര്യങ്ങളെല്ലാം പൗലോസ് പറഞ്ഞതിന് ശേഷം 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമാന്മാരെന്ന് തോന്നാതിരിപ്പാൻ ഈ മർമ്മം നിങ്ങൾ അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളും ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നത്. എന്താണ് ജാതികളുടെ പൂർണ്ണസംഖ്യ? ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 പദമാണ്. ജാതികളുടെ കാലം, 2 ജാതികളുടെ പൂർണ്ണസംഖ്യ. ഇത് രണ്ടും ഒന്നല്ല, ഇത് രണ്ടും 2ആണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ജാതികളുടെ കാലം തികയോളും അതേ എന്ന് നമ്മളൊരു പദം വായിക്കുന്നു. അത് യെരുശലേമിനെ ജാതികൾ ചവിട്ടും. ജാതികളുടെ കാലം തികയോളും ജാതികൾ യെരുശലേമിനെ ചവിട്ടുമെന്ന് കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ജാതികളുടെ കാലം എന്നുള്ള എസെക്കിയേൽ പ്രവചനത്തിലും നമ്മൾ കാണുന്നുണ്ട്. ജാതികളുടെ കാലം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാതിരിക്കുന്ന ജാതികൾ യെരുശലേമിനെ ചവിട്ടുന്നതിനെയാണ് ജാതികളുടെ കാലമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ജാതികളുടെ കാലം ആരംഭിച്ചത് BC 606 നെബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടമാണ്. നെബൂഖദ്നേസർ രാജാവ് വന്ന് യെരുശലേമിനെ ആക്രമിച്ച് അവിടുത്തെ ദേവാലയം നശിപ്പിച്ചു. അവിടുത്തെ
ജനത്തെ ബന്ദികളായി, ഇന്നത്തെ ഭാഷയിൽ ഞാൻ പറയുന്നത്, ബന്ദികളായി പിടിച്ചുകൊണ്ട് അത് ബാബിലോണിലേക്ക്, ഇറാഖിലേക്ക് കൊണ്ടുപോയി അനേക യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. അത് പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽപ്പെട്ടവരാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും, ദാനിയേൽ, എസെക്കിയേൽ, അതേ സെരുബാബേൽ, കോരേസ് അല്ല പരസല്ല സെരുബാബേൽ, എസ്ര, നെഹമ്യാവ് അന്ന് ബന്ദികളായി പിടിക്കപ്പെട്ടു പോയ അവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. BC 606 ഓഗസ്റ്റ് മാസം 4-ാം തീയതി നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെ പിടിച്ചടക്കിയ കാലം മുതൽ ജാതികളുടെ കാലം ആരംഭിച്ചു. ഈ ജാതികളുടെ കാലം അവസാനിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ, പരസ്യ വരവെങ്കിൽ, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടന്ന 1000 ആണ്ട് വഴിച്ചു വരെ ജാതികൾ ഇന്ന് പലസ്തീൻ നാടിനെ, ഇസ്രായേലിനെ ചവിട്ടും. ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന അതിർത്തി, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിന് കൊടുത്ത അതിന്റെ അതിർത്തികളൊന്നും അത് ഇസ്രായേൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ അതിർത്തി, അതിനുവേണ്ടിയാണ് നെഹമ്യാവ് ഇവിടെ UNO-യിൽ വന്നപ്പോൾ പ്രസംഗം ചെയ്തത്. അബ്രഹാമിന് കൊടുത്ത അതിർത്തി മൊത്തം അദ്ദേഹം വരച്ചു കാണിച്ച്, ഏറിയ ഞങ്ങളുടെയാണ്, ഇത് ഞങ്ങൾ കിട്ടുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും. ഇവിടെ വായിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് ഇപ്പോഴെങ്കിലും കിട്ടാൻ തക്കവണ്ണം പോകുന്നില്ല. കർത്താവിന്റെ വരവോടുകൂടിയാണ്, പരസ്യ വരവോടുകൂടിയാണ് ഇതിന്റെ ഒരു സമാപ്തിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം. അതുവരെ യഹൂദന്മാരല്ലാതിരിക്കുന്ന ആൾക്കാർ യെരുശലേമിനെ ജാതികൾ ചവിട്ടുന്ന കാര്യമാണ് ജാതികളുടെ കാലം. ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് സഭയാണ് കേട്ടോ. സഭയുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളും ഇസ്രായേലിന്റെ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. സഭ പൂർണ്ണമല്ല, സഭ പൂർണ്ണമാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. സഭ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അതിന്റെ കല്ലുകൾ ഓരോന്നും പണിതുകൊണ്ടേയിരിക്കുന്നുള്ളൂ. കൃപ കൃപ എന്നുള്ള ആർപ്പോടുകൂടി അതിന്റെ കല്ലുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും താമസിയാതെ ഈ കെട്ടിടം അവസാനത്തെ കല്ല് കയറി കഴിയുമ്പോൾ ഈ കെട്ടിട സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഇവിടെ കരുവരുവി എന്നുള്ള ശബ്ദം കേൾക്കും. അതാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളും ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഈ യുഗത്തിൽ യഹൂദന് സംഭവിച്ചിരിക്കുന്ന കാഠിന്യം എന്ന മർമ്മം, അതാണ് രണ്ടാമത്. മൂന്നാമത് റോമാലേഖനം 16-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. പൂർവകാലങ്ങളിൽ മറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് മൊത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക ജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഇവിടെ കാണിക്കുന്ന അടുത്ത മർമ്മം എന്ന് പറയുന്നത് കഴിഞ്ഞ യുഗങ്ങളിൽ മറഞ്ഞു കിടന്നതും ഇപ്പോൾ വെളിപ്പെട്ടതുമായ മർമ്മം എന്ന് പറഞ്ഞാൽ സകല ജാതികളിലേക്കും അതേ സുവിശേഷം അറിയിക്കുന്ന ആ വിഷയമാണ് ഇവിടെ മർമ്മം എന്ന് പറയുന്നത്. യഹൂദന്മാർ വിചാരിച്ചത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവർ അവനെ തള്ളിക്കളഞ്ഞപ്പോൾ അവരുടെ ഇടയിലേക്ക് രാജാവായി, പ്രവാചകനായി, പുരോഹിതനായി അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കടന്നു എന്ന കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ ജാതികളിലേക്ക് തിരിഞ്ഞു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്. സകല ജാതികളുടെയും ഇടയിലേക്ക്, സകല ജാതികൾക്കും എന്ന് ഒരു പദോടെ വായിച്ചില്ലേ, അവരിലേക്ക് കഴിഞ്ഞ യുഗങ്ങളിൽ മറഞ്ഞു കിടന്നതും ഇപ്പോൾ വെളിപ്പെട്ടതുമായ മർമ്മം. ജാതികളുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന് കൊടുത്ത ഒരു വെളിപ്പാടാണ്. അതേ പത്രോസിന് കൊടുത്ത ഒരു വെളിപ്പാടാണ്. താന് വിവിസലായി കഴിഞ്ഞപ്പോൾ ആകാശത്തിന് ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്നു. നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മൊത്തം അശുദ്ധ ജന്തുക്കളാണ്. അതേ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ആകാശത്തിൽ നിന്ന് ഒരു അതേ തുപ്പട്ടി ഇറങ്ങി വരുന്നു. അതിൻ്റെ അകത്ത് അതേ അശുദ്ധ ജന്തുക്കളെല്ലാം പത്രോസ് എഴുന്നേറ്റ് അറുത്ത് തിന്നാന്ന് പറഞ്ഞപ്പം പത്രോസ് പറഞ്ഞു, ഞാൻ ദൈവം, അതെ എനിക്കിത് തിന്നാൻ ഒക്കത്തില്ല, ഞങ്ങൾക്ക് അശുദ്ധമാണ്. ദൈവം ചോദിച്ച ചോദ്യം, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധം എന്ന് വിചാരിക്കുമോ? ജാതികൾ കൂടെ, അതിനുശേഷമാണ് കൊർന്നല്യോസും കുടുംബവും രക്ഷിക്കപ്പെട്ട് ജാതികരായിരുന്നു. ജാതികളിലേക്ക് സുവിശേഷം പരക്കുവാൻ തക്കവണ്ണയായി. ആ മർമ്മം ഇത് മറിഞ്ഞു കിടന്ന ഒരു മർമ്മമാണ്. കഴിഞ്ഞ യുഗങ്ങളിൽ ഇതിനെപ്പറ്റിയൊക്കെ ഓരോ ദിവസം പ്രസംഗിക്കണം. കഴിഞ്ഞ യുഗങ്ങളിൽ മറിഞ്ഞു കിടന്നതും ഇപ്പോൾ വെളിപ്പെട്ടതുമായ മർമ്മമാണ് സകല ജാതികളിലെയും. നമ്മൾ ഇനി യോഗ്യരല്ലായിരുന്നു, എന്നാൽ കൃപയാൽ നമ്മൾ ഈ കൃപയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. 1 Corinthians 2:7 വായിച്ചേ.
ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ദൈവത്തിന്റെ മർമ്മമായി ഞങ്ങൾ ജ്ഞാനം എന്ന മർമ്മം, പ്രസ്താവിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനം എന്ന മർമ്മം. ദൈവമക്കളെ, ഈ ജ്ഞാനമാണ് ദൈവം നമ്മളിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്. അതേ, ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. അവൻ സർവശക്തനാണ്. 3 കൂട്ടം കാര്യങ്ങളാണ് ദൈവത്തോടുള്ള ബന്ധം. സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. 139 സങ്കീർത്തനം വായിക്കുമ്പോൾ അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം സർവജ്ഞാനിയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ മർമ്മമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ദാവീദ് രാജാവ് പ്രായം ചെന്ന് വൃദ്ധനായിരിക്കുമ്പോൾ തന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുപോയ സംഭവം 51 സങ്കീർത്തനം എഴുതി അതേ തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ പിന്നീട് തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിക്കാൻ തക്കോണം എഴുതിയ ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. അതിന്റെ അവസാനത്തെ വാക്യമായിപ്പോ, നീ എന്നെ പരീക്ഷിക്കണമേ, എന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമേ, വ്യസനത്തുള്ള മാർഗങ്ങളിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗം നടക്കണമേ. 139 സങ്കീർത്തനം 1 മുതൽ 6 വരെ ദൈവത്തിന്റെ ജ്ഞാനം. 6 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ ദൈവം സർവവ്യാപി. ഞാൻ ഭൂലോകത്തിന്റെ അറ്റത്തിൽ നിന്ന് പാർത്താൽ നീ എവിടെ ഉണ്ട്? ഓ കേട്ടോ, 2, 3 2 4 കൂടി വരുന്ന ഒരു നടുകളുണ്ടല്ലോ. അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം സർവശക്തൻ. ഞാൻ അമ്മയുടെ ഉള്ളത്തിൽ പിണ്ണാഹാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. കണ്ടോ, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവന്റെ ബ്രെയിനെ കുറിച്ചൊക്കെ അതേ ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഈ ബ്രെയിനെ കുറിച്ച് നമ്മുടെ തലച്ചോറിനെ പറ്റി ഇപ്പൊ ഞാൻ പറ്റി പറയുന്നില്ല. എനിക്ക് അതിനെ പറ്റിയുള്ള പഠനം എന്തെങ്കിലുമുണ്ട്. ഈ തലച്ചോറ് മനുഷ്യൻ സൃഷ്ടിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അതിശയങ്ങളൊന്നാണ് എംപയർ ബിൽഡിംഗ്. ദുബൈയിൽ ഇതിനെക്കാട്ടും വലിയ ബിൽഡിംഗ് ഉണ്ട്, ചിക്കാഗോയിൽ വലിയ ബിൽഡിംഗ് ഉണ്ട്. എന്നാൽ നമ്മൾ മനുഷ്യൻ ശാസ്ത്രജ്ഞന്മാരുടെ കൂടി ഈ തലച്ചോറ് പോലെ ഒരെണ്ണം അങ്ങോട്ട് സൃഷ്ടിക്കുകയാണെങ്കിൽ എംപയർ ബിൽഡിങ്ങിനെക്കാളും 3 ഇരട്ടി വലിപ്പം വേണം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ. അതുപോലെ ഒന്ന് സൃഷ്ടിക്കുകയാണെങ്കിൽ ഇനി അതിനൊന്ന് തണുപ്പിക്കണമെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ ഒഴുകുന്ന സകല വെള്ളവും വേണം ഇതൊന്ന് തണുപ്പിക്കാൻ. ഇങ്ങനെ ഒരു തലയും കൊണ്ടാണ് നമ്മൾ നടക്കുന്നതെന്ന് വിചാരിക്കട്ടെ. നമ്മുടെ നടപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം ദൈവം തമ്പുരാന്റെ ജ്ഞാനം, ദൈവത്തിന്റെ സർവശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവൻ സർവശക്തനാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ വായിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനമെന്ന മർമ്മം. ദൈവം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ എംപയർ ബിൽഡിങ്ങിന്റെ 3 ഇരട്ടി വലിപ്പവും ചുമന്നുകൊണ്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള മനുഷ്യരെല്ലാം നടക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ പൈതലെ ഇതിനെല്ലാം കൂടെ ഒതുക്കി നിർത്തി അതിൻ്റെ സിസ്റ്റമാറ്റിക്കലായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ നിഴലായിട്ട് അത് കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന്റെ ജ്ഞാനം, സർവശക്തി എന്നുള്ള മർമ്മം എത്ര വലുതാണ്. ഇനി അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ആ പുള്ളിക്ക് ആഹാരം കൊടുക്കുന്ന ആര് ചോദിക്കുക, എന്തുമാത്രം ആഹാരം കൊടുക്കേണ്ടത് ആ വയറ്റിലേക്ക്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ കേട്ടോ. ഇവിടെ വായിക്കുന്ന വാചകം, ഞാൻ എൻ്റെ അമ്മയുടെ പിണ്ണാഹാരത്തിലായിരുന്നപ്പോൾ നിന്റെ കണ്ണ്, എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. അസ്ഥികൂടത്തെ കുറിച്ചൊക്കെ ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ ജ്ഞാനം എന്ന മർമ്മം ഒരു ദിവസം നമുക്ക് സമയം ഉണ്ടെങ്കിൽ അന്ന് വിവരിക്കാം. ഞാൻ 5-ാമത് 1:4 വായിക്കേ. സമയം പോകുന്നു. 1:4 ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവം മർമ്മങ്ങളുടെ ഗ്രഹവചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. നമ്മൾ ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാണെന്നുള്ള മർമ്മം, കാര്യവിചാരകന്മാരാണ് നമ്മൾ. ആലോചിച്ച് നോക്കിയേ, നിങ്ങളോ അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗമാണ്. നമ്മളെല്ലാം ഗ്രഹവിചാരകന്മാരാക്കിയിരിക്കുകയാണ്. അതൊരു മർമ്മമാണ്. ദൈവത്തിന് സ്തോത്രം. കാനാവിലെ കല്യാണത്തിന് അവിടെ ചെന്നപ്പോൾ കുപ്പയിൽ കടന്ന 6 കൽപാത്രങ്ങൾ. കാനാവിലെ കല്യാണത്തിന് വെള്ളിപ്പാത്രവും പൊൻപാത്രവും ഉണ്ട് അവിടെ. അങ്ങനെയുള്ള പാത്രങ്ങളിലാണ് വിരുന്നുകാർക്ക് വീഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ അവിടെ നോക്കിയപ്പോൾ കുപ്പയിൽ തള്ളപ്പെട്ടിരിക്കുന്ന 6 കൽപാത്രങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആ രീതിയിലായിരുന്നില്ലേ? കുപ്പയിൽ തള്ളപ്പെട്ട് കിടന്നല്ലേ, ആർക്കും വേണ്ടാതെ കിടന്നല്ലേ? കർത്താവ് വന്നപ്പോൾ ആ കുപ്പയിൽ കിടക്കുന്ന 6 കൽപാത്രങ്ങൾ കണ്ടു. അവര് ആലോചിച്ച് നോക്കി, പൊൻപാത്രവും വെള്ളിപ്പാത്രവും കാനാവിലെ കല്യാണ വീട്ടിലുള്ളപ്പോൾ ഈ കൽപാത്രങ്ങൾ നമുക്ക് ചോദിക്കാം, കൽപാത്രങ്ങളെ, നിങ്ങളെ അരിക്കൽ വന്ന് കാലും കഴിയിട്ട് പോയ ആൾക്കാരല്ലേ? നിങ്ങൾ കുപ്പയിൽ തള്ളപ്പെട്ട് കിടന്നല്ലേ? നിങ്ങൾ എങ്ങനെ
ഈ കല്യാണ വിരുന്നിൽ സ്ഥാനം പിടിച്ചു എന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉത്തരം, അവർ സാക്ഷ്യം പറയാൻ ഇങ്ങനെ പറയാറുള്ളൂ: നസറേയനാകുന്ന യേശു ഈ കല്യാണത്തിൽ വന്നു. ഞങ്ങൾ തള്ളപ്പെട്ടവർക്ക് ആർക്കും വേണ്ടാതെ കിടന്നത്. എല്ലാവരും കണ്ടപ്പോ കൽപാത്രം, കല്ലുകൊണ്ടുള്ള പാത്രം, വെള്ളം, അതിലെ വെള്ളം എടുത്ത് പാദം കഴുകുക എന്നുള്ള നിലയിൽ ഞങ്ങളെ തള്ളപ്പെട്ട് ആർക്കും വേണ്ടാതെ കിടന്ന കൽപാത്രങ്ങൾ ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു, വക്കോളും വെള്ളം തിറപ്പീൻ. കർത്താവ് അതേ വാക്ക് കൽപ്പിച്ചു. ഞങ്ങളുടെ ഉള്ളത്തിന് മാറ്റമുണ്ടായി. ഞങ്ങളുടെ പേര് മാറ്റി. അതേ വെള്ളത്തിന് വീഞ്ഞെന്ന് പേരായി. ഇത് ഉള്ളിൽ സംഭവിച്ച മാറ്റമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മഹാന്മാരുടെ മുമ്പിൽ കൂടെ ഞങ്ങൾ ഓടിക്കൊണ്ട് നടക്കാനൊക്കെ ഇടയായിത്തീരുന്നത്. ആശാരി ഉപദേശി അമേരിക്കയിൽ വന്നപ്പോൾ ന്യൂയോർക്ക് എയർപോർട്ടിൽ ഇറങ്ങിയ വേളയിൽ അദ്ദേഹത്തിന് തലയിൽ താൻ ബൈബിളും ചുമന്നുകൊണ്ടാണ് വന്നത്. ബൈബിൾ തലയിൽ വെച്ചിരിക്കുക. ആൾക്കാർ ഇങ്ങനെ നോക്കി. അവിടെ പുള്ളി അല്ലലിയ പറഞ്ഞുകൊണ്ട് എയർപോർട്ട് കസ്റ്റംസിന്റെ ഓഫീസിൽ കൂടെ നടക്കുകയാണ്. ആശാരി ഉപദേശിന്റെ കാര്യം, നടന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ വേറൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു, ഞാനൊരു ആശാരിയാണ്. ഞാൻ പ്ലെയിനിൽ വന്നപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ എന്റെ കൂടെ പണി ചെയ്ത ആൾക്കാരെല്ലാം ഇപ്പോഴും ഉള്ളി കൊട്ടുടിക്കൊണ്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ബൈബിൾ ചോർന്നതുകൊണ്ട് എനിക്കിന്ന് പ്ലെയിനെ കയറി ഈ രാജ്യത്ത് കടന്നു വരാനൊക്കെ ഇടയായി തീർന്നു. ഗ്രഹ വിചാരകന്മാരാക്കി. ദൈവത്തിന്റെ മർമ്മമാണ്. ഇനി വാക്യങ്ങൾ വായിച്ചു വിടാം. എഫേസ്യ ലേഖനം 1:9-10 വാക്യം വായിച്ചേ. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നിച്ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കാക്കിക്കൊണ്ട് തന്നെ. എനിക്കത് വായിക്കും വലിയ സന്തോഷം. നിന്ന് പറയാൻ തോന്നും. അവർ നോക്കണമേ, ദൈവഹിതത്തിന്റെ മർമ്മം. ആ മർമ്മം എന്താണെന്നറിയാമോ? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നാക്കി തീർക്കുക. ഒരു കാലത്ത് സ്വർഗവും ഭൂമിയും ഒന്നായിരുന്നു. സ്വർഗം കാണുന്ന പോലെ തന്നെയാണ് ഭൂമിയും കണ്ടുകൊണ്ടിരുന്നത്. സ്വർഗീയത്തിന്റെ എല്ലാ മഹിമകളും ഭൂമിയിലുണ്ടായിരുന്നു. അതുപോലെ ദൈവം ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായി വന്നാണ് ഈ ഭൂമി. ഒരു സ്വർഗീയ ഗോളമായിരുന്നു. എന്നാൽ ലൂസിഫറിന്റെയും കൂട്ടരുടെയും പാപനിമിത്തം ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഭൂമി പാടും ശൂന്യമായി പോയി. സ്വർഗത്തിൽ നിന്ന് അകപ്പെട്ട് അന്യപ്പെട്ടു പോയി ഭൂമി. ഇപ്പോൾ പൗലോസ് പറയാണ്, ഇത് പിന്നെയും ഒന്നാകും കേട്ടോ. താമസിയാതെ നമ്മുടെ കർത്താവ് ഈ ലോകത്തെ വീണ്ടെടുക്കുന്ന ഒരു സംഭവമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയും നമ്മൾ വസിക്കുന്ന ഭൂമിക്ക് വേണ്ടി കൂടിയാണ്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞില്ലേ? സാത്താൻ പറഞ്ഞു, ഇതെല്ലാം എന്റേതാണ്, എന്നെ നമസ്കരിക്കാമെങ്കിൽ ഞാൻ തന്നേക്കാം. സാത്താൻ മനസ്സിലായി യേശു വന്നത് അവന്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനെയും ഈ ഭൂതലത്തെയും വീണ്ടെടുക്കാനാണ് വന്നത്. എന്നാൽ താമസിയാതെ കർത്താവ്, അത് നമ്മുടെ കർത്താവ് മരിച്ചതിനാൽ നമുക്ക് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേർത്തും രക്ഷപ്പെടാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ വീണ്ടെടുപ്പായിരുന്നുള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ നമ്മുടെ ഈ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ടാകും. നമ്മൾ സ്വർഗീയ തേജസ്കരിക്കപ്പെട്ട ജനമായി മാറും. അതുപോലെ തന്നെ കർത്താവ് ഈ ഭൂമിയെയും വീണ്ടെടുക്കും. ഇതൊരു സ്വർഗീയ ഗോളമായിരിക്കും. നമ്മൾ അതൊക്കെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. സ്വർഗത്തെയും ഭൂമിയെയും പിന്നെയും ഒന്നാക്കി തീർക്കുക എന്നുള്ള മർമ്മം ദൈവത്തിന്റെ ഹിതമാണ്. ഇനി 7-ാമത് എഫേസ്യർ 3:2-3 വായിച്ചോ. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്ക് ബോധം അതേ 3-2 വാക്യം വായിക്കുമ്പോൾ സഭ എന്ന മർമ്മം കേട്ടോ. സഭ ഒരു മർമ്മമാണ്. ദൈവത്തിന്റെ സ്വന്തം സഭയെ കുറിച്ചാണ് പറയുന്നത്. വെളിപ്പാട് എഫേസ്യ ലേഖനത്തിൽ 6 അധ്യായത്തിൽ സഭയുടെ 7 നിലകളെ കുറിച്ചാണ് പറയുന്നത്. സഭ ഒരു മർമ്മമാണ്. ദൈവത്തിന് സ്വന്തം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൂരസ്ഥരായിരുന്നു നമ്മെ സമീപസ്ഥരാക്കി തീർത്ത, വിവിധ ജാതികളിൽപ്പെട്ടവരെല്ലാം ഒന്നാക്കി തീർത്ത ഈ സഭ ഒരു മർമ്മമാണ്. ദൈവത്തിന് സ്വന്തം. ഒരു മിസ്റ്ററിയാണ്. ഇനിയും അതിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചേ. വായിച്ചേ. ക്രിസ്തുവിന്റെ മർമ്മം. അവിടെ 3-4 വാക്യങ്ങളിൽ രണ്ടൂട്ടം കാര്യങ്ങളാണ്. സഭ എന്ന മർമ്മം, ക്രിസ്തു എന്ന മർമ്മം. ക്രിസ്തു ഒരു മർമ്മമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, ദൈവമായിരുന്നവൻ, മറിയുടെ അതേ ആ ഗ്രാമത്തിൽ മറിയുടെ ഉള്ളിൽ വന്ന് ഉരുവായത്, അതേ എത്ര അതിശയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം മനുഷ്യനായി തീർന്നത് ഒരു മർമ്മമാണ്. ദൈവത്തിന് സ്തോത്രം കേട്ടോ. അതേ ഇവിടെ അവതരിച്ചത് മറിയുടെ ഉള്ളിൽ
അത് ഗലീല പട്ടണത്തിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ, അറിയപ്പെടാതിരുന്ന ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഉള്ളിൽ ഉരുവായത് അതൊരു മർമ്മമാണ്. ക്രിസ്തു എന്ന മർമ്മം. ദൈവത്തിൽ നമുക്ക് പിന്നീട് വിവരിക്കാം. ഇനി നമുക്ക് ഈ മർമ്മം പത്രം തീർക്കാം. എഫെസ്യ ലേഖനം 3:8-9 വായിച്ചേ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രിയമായ ദാനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടക്കുന്ന മർമ്മങ്ങളെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ യുഗങ്ങളിൽ മറഞ്ഞു കിടന്ന മർമ്മം ജാതികളോട് സുവിശേഷം അറിയിക്കാൻ തക്കവണ്ണം പൗലോസിന് ലഭിച്ച മർമ്മം. ഇനി എഫെസ്യ ലേഖനം 5:32 വായിച്ചേ. നമുക്ക് സമയം പോകുന്നത് വിവരിക്കാൻ സമയമില്ല. 5:32. ഈ മർമ്മം കഴിഞ്ഞത് ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. നോക്കണമേ, വിവാഹ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് പറയാണ് ഈ മർമ്മം വലുത്, ഈ മർമ്മം വലുത്. ഞാൻ സംസാരിക്കുന്ന മുഴുവൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. സഭയും ക്രിസ്തുവും എന്ന മർമ്മം. ഇനി കൊലോസ്യ ലേഖനം 1:26 വായിച്ചോ. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മമെങ്കിലും, തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം, സകല തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ദൈവത്തിന് സ്തോത്രം. അതൊരു മർമ്മമാണ്. ഈ തലമുറക്കെല്ലാം മറഞ്ഞു കിടന്ന മർമ്മമാണ്. അതിന്റെ കാര്യം ഞാൻ പറയാം. എന്താണ് അതിന്റെ അർത്ഥം? ദാനിയേൽ ഏറ്റവും ദൈവത്തിന്റെ പുരുഷനായിരുന്നു, പ്രിയനായിരുന്നു. മോശ 40 രാവും 40 പകലും സീനായി പർവ്വതത്തിൽ യേശുവിന്റെ കൂടെ ദൈവത്തോടുള്ള വാസം ചെയ്തവനാണ്. എന്നാൽ ഈ മർമ്മം വെളിപ്പെട്ട് കിട്ടിയില്ല. ഏതാ? സഭയാ മർമ്മം വെളിപ്പെട്ട് കിട്ടിയില്ല. തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം. നിങ്ങൾ മലാക്കി പ്രവചനം വരെ വായിച്ചു നോക്കിയേ. സഭയാ മർമ്മം ഇവർക്കെല്ലാം മറഞ്ഞു കിടന്നു. നമ്മൾ അതേ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലെ വ്യാഖ്യാനമൊക്കെ വരുന്നുണ്ട്. അതിന്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ടാണ് ഭാവികാല പ്രവചനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവർക്കാർക്ക് സഭയെക്കുറിച്ചുള്ള മർമ്മം ലഭിച്ചില്ല. ദൂതന്മാർക്ക് ലഭിച്ചില്ലല്ലോ. ദൂതന്മാർ 2 കൊണ്ട് പാദം മുടിയും 2 കൊണ്ട് മുഖം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആരാധിച്ചുകൊണ്ടിട്ട് അവർക്ക് ഈ മർമ്മം ലഭിച്ചില്ല. അവർ ദൂതന്മാരിൽ എങ്ങനെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്തുവാണ് ഇത്? ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതന്മാർക്ക് പോലും മറിഞ്ഞു കിടക്കാത്ത മർമ്മമാണ് തലമുറക്ക് മറിഞ്ഞു കിടന്ന മർമ്മം. 1 കൊലോസ്യ ലേഖനം 1:27 വായിച്ചേ. അവരുടെ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നത് ഒരു മർമ്മമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ ധരിച്ചിരിക്കും. നമ്മൾ ക്രിസ്തുവായിട്ടാണ് നടക്കുന്നത്. ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ അവരുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ, ചേട്ടൊക്കെ ഇരിക്കുന്ന ഇവിടുത്തെ ഇരിപ്പല്ലേ പറഞ്ഞതേ. ചേട്ടൊക്കെ ഇടപെടൽ കണ്ട് അവരുടെ കോപം കാണുന്നു. ഉയ്യോ, ഇതേ കാണാൻ പെന്തക്കോസ്തുകാരൻ ചിന്തിച്ചു പോകും. എന്നാൽ ഞാൻ ഈ അഗാപ്പയിലെ ബൈബിൾ കോളേജിലെ ആൾക്കാരുടെ മുഖത്തോട് നോക്കിയിട്ട് എന്തോ ഒരു പ്രസന്നതയാണ്. ഒരുപാട് പേര് അത് മറിഞ്ഞു കിടപ്പുണ്ട് വീഡിയോ ഓൺ ചെയ്യാതെ. അവരുടെ മുഖവും ഞാൻ വിശ്വാസത്താലം കാണുകയാണ്. എത്രയോ അവരെ ചിലപ്പോൾ ഉറങ്ങായിരിക്കാം, എങ്കിലും അവരുടെ മുഖം നോക്കിയാൽ നല്ല ഐശ്വര്യമുള്ള മുഖമാണ്. കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നുള്ളത് ഒരു മർമ്മമാണ്. ഇനിയും കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചേ. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രായപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ക്രിസ്തു എന്ന ദൈവമർമ്മം. വാക്യം വായിച്ചുകൊണ്ടാണ് 5 മിനിറ്റോടുള്ളൂ. ക്രിസ്തു എന്ന ദൈവമർമ്മം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചേ. 4:3. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കോണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തന്നിരിക്കുകയും നാം സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ദൈവമർമ്മം. ക്രിസ്തു ഒരു ദൈവമർമ്മമാണ്. ഇന്നും അത് വലിയ രഹസ്യമാണ് കേട്ടോ. കർത്താവായ യേശു ക്രിസ്തു പുൽത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു മർമ്മമല്ലേ? അതൊരു വലിയ മർമ്മം. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, മനുഷ്യൻ നമ്മളെ സൃഷ്ടിച്ചവൻ കേട്ടോ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. വേദനയും പുൽത്തൊഴുത്തിൽ കിടക്കുന്ന കാഴ്ച അതൊരു മർമ്മമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മർമ്മമാണ്. ഇനി 1 കൊരിന്ത്യർ 15:59 മുതൽ വായിച്ച്. 1 കൊരിന്ത്യർ 15:51 മുതൽ 54 വരെ. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന്
കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മതി മതി കാഹളം മതി. ധ്വനിക്കും. വിശുദ്ധന്മാരുടെ രൂപാന്തരം ഒരു മർമ്മ. നമ്മളിപ്പോ ഇപ്പോൾ ആറ്റോമിൽ ഇങ്ങനെ ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കയറി വരുവീന്ന് പറയുമ്പോഴല്ലോ, അയ്യോ നമ്മൾ വേറൊരു ശരീരമായി, സ്വർഗീയ ശരീരമായി മാറുന്നത് അതൊരു മർമ്മമല്ലേ ദൈവമക്കളെ? അന്നമ്മയായിട്ട് തന്നെ കാണാം, അമ്മണിയായിട്ട് തന്നെ കാണാം, ആൻഡ്രൂസായിട്ട് തന്നെ കാണാം. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാം അതേ അവര് വേറൊരു രൂപത്തിലാകിയ. എങ്ങനെയാ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്ന അവിടെ നിന്ന് കർത്താവായി യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കും. നാം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. വിശുദ്ധന്മാരുടെ ശാരീരിക രൂപാന്തരം ഒരു മർമ്മമാണ്. 2 Thessalonians 2:7. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴോ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം അത് അന്ത്യക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. അതും ഒരു മർമ്മമാണ്. ഒരു മനുഷ്യനാ വരാൻ പോകുന്നത്, ഒരു മനുഷ്യനാ. അതേ യേശു ക്രിസ്തു യഹൂദനായിരുന്ന പോലെ യഹൂദ ജാതിയിൽ തന്നെ ഒരാൾ എഴുന്നേക്കുമെന്നാണ് ആൾക്കാര്, അതേ വേദപണ്ഡിതന്മാർ പറയുന്നത്. ക്രിസ്തുവിന് വിരുദ്ധമായി എഴുന്നേക്കുന്ന ഒരു വ്യക്തി, അവന്റെ മേൽ സാത്താൻ അഭിഷേകം ചെയ്യും. മഹാസർപ്പം അവന്റെ മേൽ അത് വീഴും. വെളിപ്പാട് ദിവസം 12 മഹാസർപ്പത്തെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് ദിവസം 13 അന്ത്യക്രിസ്തു ഒരു മൃഗമായി പ്രത്യക്ഷപ്പെടുന്ന കാര്യം കാണുന്നു. അധർമ്മത്തിന്റെ മർമ്മം കേട്ടോ. ഇനിയും 1 Timotheus 3:9 വായിച്ചേ. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ച് കൊള്ളുന്നവർ ആയിരിക്കണം. നോക്കണമേ. 3:1 വായിച്ചേ. 1 Timotheus 3:9 വായിച്ചേ. അവർ വിശ്വാസത്തിന്റെ മർമ്മം വിശ്വാസത്തിന്റെ മർമ്മം, വിശ്വാസത്തിന്റെ മർമ്മം. വിശ്വാസത്താൽ നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകത്തില്ലേ? അത് ഭയങ്കര സംഭവമില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിശ്വാസത്താൽ വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കുന്നൊക്കെയല്ലേ പറഞ്ഞത്? വിശ്വാസത്താൽ അതേ മറിയോട് പറഞ്ഞു വിശ്വസിച്ചാൽ മതി, നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത് കണ്ടില്ലേ? വിശ്വാസം കൊണ്ട് കാണുന്നതാണ് ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി. എരികോ പട്ടണമൊക്കെ വീണത് എങ്ങനെയാ? വിശ്വാസത്താലല്ലേ? അതൊരു മർമ്മമല്ലേ? അല്ലെങ്കിൽ ഇത്രയും ഉറപ്പായിട്ട് പടുക പട്ടണം എങ്ങനെയാ അത് വീഴുന്നത്? അത് അവർ വിശ്വസിച്ചു. വിശ്വാസത്തിന്റെ മർമ്മം. 1 Timotheus 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ക്രിസ്തുവിന്റെ ജഡാവതാരം ഒരു മർമ്മമാണ്. ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് ശരിയായ ട്രാൻസ്ലേഷൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടുന്ന. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അതൊരു മർമ്മമാണ്. ഇപ്പൊ എനിക്ക് വിവരിപ്പാൻ തക്കുന്ന സമയമില്ല കേട്ടോ. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് ഒരു മർമ്മമാണ്. വെളിപ്പാട് പുസ്തകം അതേ ഇനിയും 10-ാം അധ്യായം 6-ാമത്തെ വാക്യം വെച്ച് വെളിപ്പാട് പുസ്തകം 10:6. ഇനി കാലം ഉണ്ടാകുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നത് പോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ള ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ള സൃഷ്ടിച്ചവനായി എന്നേക്കും അറിയിക്കപ്പെട്ട ദൈവത്തിന്റെ മർമ്മം. അത് നമ്മൾ 10-ാം അധ്യായം ചിന്തിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിപ്പോൾ എടുക്കാൻ തക്കുന്ന സമയം അറിയിക്കപ്പെട്ട ദൈവത്തിന്റെ മർമ്മം. ഇനി ഒരു മർമ്മം കൂടെ. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ വാക്യം വായിച്ചേ. മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ബാബിലോൺ. ഇനി 5-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചേ. 7-ാമത്തെ വാക്യം 17:7. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെ 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. മർമ്മം മഗദിയാം ബാബിലോൺ എന്ന മർമ്മം. ഇനി 20-ാമത്തെ വിഷയമാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ചത് 1:20. 7 നക്ഷത്രങ്ങളുടെ മർമ്മം. അതും ഒരു മർമ്മമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവ മക്കളെ കർത്താവിന്റെ കരങ്ങൾ വഹിച്ചിരിക്കുന്ന ഒരു മർമ്മമാണ്. അത് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കേട്ടോ. ദൈവം തന്റെ ദാസന്മാരെ അവന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. 7 നക്ഷത്രങ്ങളുടെ മർമ്മവും എഴുതുക. ഇവിടെ വായിക്കുന്ന 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ
വിവരവും എഴുതുക. അടുത്ത ആഴ്ച ഒരു അല്പകാര്യം കൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ നമുക്ക് പഠിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. 20 മർമ്മങ്ങൾ ഇന്ന് പാലക്കാട് നിങ്ങളുടെ മധ്യേ ഘോഷിപ്പാൻ തക്കൊണ്ട് ആയിത്തീർന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം ഒരു വിശദീകരിച്ചുള്ള പഠനമാണ്. ഈ വചനങ്ങളാൽ എനിക്ക് വായിച്ചു തന്ന ആ അനു എന്ന് പറയുന്ന അനുസാറ, അതേ അല്ലയോ, അനു അല്ലേ വായിച്ചേ? അതോ അഞ്ചു സാറ, അത് എത്ര നേരം വളരെ ഉത്സാഹത്തോടെ വായിച്ചല്ലോ. മറ്റു സഹോദരിമാരൊക്കെ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. അതേ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ആ സഹോദരന്റെ ഉത്സാഹത്തെ ഞാൻ മാനിക്കുന്നു. മകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ലാലു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഇന്ന് രാത്രിയിൽ സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്ത കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ബൈബിൾ വായിച്ചു കൊടുത്ത സഹോദരികൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. അവസാനമായി പാസ്റ്റർ ജോൺ PP പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ ജോൺ, പ്ലീസ്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് സൂം മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കൾ, സഹോദരന്മാരെ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. വചനത്തിൻ്റെതാകുന്ന മർമ്മത്തെക്കുറിച്ച് സംസാരിപ്പാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെയും കർത്താവ് ബലപ്പെടുത്തി ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതാകുന്ന മർമ്മത്തിൻ്റെതാകുന്ന തിരുവചനങ്ങൾ, അതിൻ്റെ സത്യങ്ങൾ പിന്നെയും ആ വാക്യങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ അത് പിന്നെയും നന്നായി ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇത് തുടർന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേൾക്കുക മാത്രമല്ല, ആ വചനത്തിൽ നിലനിൽക്കാനുള്ള ദൈവകൃപയും കർത്താവ് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വചനം പഠിപ്പിക്കുന്നതിന്റെ ദാസനെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ക്ലാസ് എടുത്ത ശ്രേഷ്ഠ കർത്താവിന്റെ ദാസനോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സാറിന് പ്രത്യേക നന്ദി. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് വീണ്ടും നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ.